സാർ, ബംഗ്ലാദേശിൽ ഹുമയൂൺ കബീർ എന്ന ഒരു യുവാവ് സ്വന്തം ബാപ്പയും ഉമ്മയും കുത്തിക്കൊലപ്പെടുത്തി. കാരണം പറഞ്ഞാൽ ഞെട്ടും. അവർ തീവ്ര ഇസ്ലാമിക വാദത്തോട് യോജിക്കുന്നില്ല എന്നുള്ളത്. അതിനുശേഷം ഇദ്ദേഹം കുറേ യാത്ര ചെയ്ത് കുറേ മൊല്ലാക്കന്മാരുടെ അടുത്തെത്തി അവരോടും ഇത് സംബന്ധിച്ചൊക്കെ സംസാരിച്ചു. അതായത് ഈ തീവ്ര ഇസ്ലാമിക നിലപാടുകളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇയാൾ ഉദ്ദേശിച്ചൊരു മറുപടി കിട്ടാത്തതിനാൽ അവരെയും കുത്തി പരിക്കേൽപ്പിച്ചു. ഒടുവിൽ പോലീസ് പിടിച്ചു. അതിനുശേഷം ഈ കുറേ മുസ്ലിംസ് ചെന്ന് ഇയാളെ മോചിപ്പിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. എന്താ സംഭവം? ഇത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു വാർത്തയാണ്. ഈ ഹുമയൂൺ കബീർ നല്ല വിദ്യാഭ്യാസമുള്ള സിവിൽ എഞ്ചിനീയറാണ്. അത് പഠിച്ചിട്ടുണ്ട്. അയാളുടെ ഉമ്മയുടെ പേര് മുംതാജ് പ്രവീൺ എന്നാണ്. ബാപ്പയുടെ പേര് മുസാഫർ റഹ്മാൻ. അവർ കൃഷിക്കാരാണ്. ആ കർഷക കുടുംബത്തിൽ നിന്നാണ് ഇദ്ദേഹം വരുന്നത്. അപ്പോൾ ഇദ്ദേഹം പോയി നഗര വിദ്യാഭ്യാസം എല്ലാം കിട്ടി വന്നപ്പോഴേക്കും തീവ്രവാദ ഇസ്ലാമിക നയത്തിൽ ആകൃഷ്ടനായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വീട്ടിൽ ചെന്നിട്ട് ഉമ്മയോടും ബാപ്പയോടും എല്ലാം ഈ തീവ്ര ഇസ്ലാമിക നയത്തിലേക്ക് വന്നുവെന്നും ആ ജീവിത രീതിയിലേക്ക് നിങ്ങൾ മാറണം എന്നും ആവശ്യപ്പെട്ടു. അപ്പോൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് സ്വാഭാവികമായിട്ടും അവർ അതിനെ റെസിസ്റ്റ് ചെയ്തു. അത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞ് ഞങ്ങളുടെ രീതിയിൽ ഇത് ഖുറാനൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ഇതിനെക്കുറിച്ച് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ഈ ചോദ്യങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കെ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹുമയൂൺ കബീറിനെ പഠിപ്പിച്ച ഒരു അധ്യാപികയുണ്ട്. ആ അധ്യാപികയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞ് അവന് തലതിരിവായിരിക്കുന്നു, അവനൊന്ന് ഉപദേശിച്ച് നേരെ ആക്കണം എന്ന് പറഞ്ഞു. ഇതുകൂടി അറിഞ്ഞപ്പോഴേക്കും ഈ ഹുമയൂൺ കബീർ ഒരു ചെറിയ ശിക്ഷ അല്ലാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം എന്ന ധാരണയിൽ അദ്ദേഹം നടപ്പാക്കി. അതെന്താണെന്ന് വെച്ചാൽ ഉമ്മയും ബാപ്പയും അങ്ങ് കൊന്നു. അപ്പം പിന്നെ ആ പ്രശ്നമില്ലല്ലോ. അങ്ങനെ അദ്ദേഹം ഉമ്മയിലും ബാപ്പയിലും ജിഹാദ് നടത്തി. ഇതെന്താ കാര്യമെന്ന് വെച്ചാൽ തീവ്രവാദത്തിൻ്റെ അനിവാര്യമായ ഒരു ഘട്ടത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ വാളെടുക്കുന്നവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരെല്ലാവരും ആ തീവ്രവാദം അവസാനം അവർക്ക് തന്നെ എതിരെ തിരിയും. ഇത് ഇപ്പോൾ പാകിസ്ഥാൻ അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തത്തിലേക്ക് നീങ്ങാൻ പോകുന്നത് പാകിസ്ഥാൻ്റെ ദുരന്തം പാകിസ്ഥാൻ ഊട്ടി വളർത്തിയ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾ പാകിസ്ഥാനെതിരെ തിരിയുമ്പോഴാണ് അതിൻ്റെ ദുരന്തം പൂർണ്ണമാകുക. ലോകത്തെവിടെയെല്ലാം ഇസ്ലാമിക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീവ്രവാദ ഗ്രൂപ്പിനെ ആരെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ തീവ്രവാദ ഗ്രൂപ്പുകളെല്ലാം ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ പ്രോത്സാഹനക്കാർക്കെതിരെ തിരിയുകയും അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത് ഭസ്മാസുരന് വരം കൊടുക്കുന്നത് പോലെയുള്ള വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. അവസാനം ഭസ്മാസുരൻ ചെയ്തു തന്നെ ഇവരും ചെയ്യും. സ്വന്തം നെറുകയിൽ ആ വിരൽ വെച്ച് സ്വയം കത്തി അമരുക എന്നതാണ് തീവ്രവാദത്തിൻ്റെ അനിവാര്യമായ ദുരന്ത വിധി. അതിനെ മാറ്റാൻ നമുക്ക് സാധ്യമല്ല. ഈ ഹുമയൂൺ കബീർ അത് കഴിഞ്ഞിട്ട് 130 കിലോമീറ്റർ യാത്ര ചെയ്ത് ബംഗ്ലാദേശിൻ്റെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പ്രദേശത്തെത്തി. ആ അതിർത്തി പ്രദേശത്ത് ബോൺ ഗോവനി എന്ന് പറയുന്ന സ്ഥലത്താണ്. ബോൺ ഗോവനി, പ്രൊനൗൺസിയേഷൻ കൃത്യമായിട്ട് അതാണോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ തെറ്റാം. അവിടെ എന്താണെന്ന് വെച്ചാൽ ഹഫീസിയ കർസിയ ഓർഫനേജ് മദ്രസ, അനാഥരുടെ ഒരു മദ്രസയാണ്. അനാഥ കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. ഓർഫനേജ് എന്ന് പറഞ്ഞാൽ അനാഥാലയമാണ്. ആ അനാഥ കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. അവർക്ക് കൊടുക്കുന്നതാകട്ടെ മദ്രസ വിദ്യാഭ്യാസവുമാണ്, മതവിദ്യാഭ്യാസമാണ്. ആ മതവിദ്യാഭ്യാസം കൊടുക്കുന്ന മൊല്ലാക്കന്മാരവിടെയുണ്ട്. ആ മൊല്ലാക്കന്മാരുടെ അടുത്ത് ഇയാൾ ചെന്നിട്ട് ഈ തീവ്ര ഇസ്ലാമിക ഭാഗത്തെക്കുറിച്ച് അവരോട് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അവർക്ക് ഇയാൾ ആഗ്രഹിക്കുന്ന ഉത്തരം പറഞ്ഞ് ഇയാളെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ല. തൃപ്തിപ്പെടുത്താൻ കഴിയാതായപ്പോഴേക്ക് ഇയാൾ അവരെ കുത്തി മുറിവേൽപ്പിച്ചു. അപ്പോഴാണ് പോലീസുകാർ ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഈ അറസ്റ്റിന് ശേഷമാണ് ഉമ്മയെയും ബാപ്പയെയും കൊന്ന ഒരു സൽപൂമാനാണ് ഈ ഹുമയൂൺ കബീർ എന്നുള്ള കാര്യം പോലീസ് അറിയുന്നത്. സ്വാഭാവികമായിട്ട് ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ബംഗ്ലാദേശിലായിട്ടും പോലീസ് ഇയാളെ വിട്ടില്ല, ഇയാളവിടെ. അപ്പോൾ ഇയാൾ ഈ ജിഹാദ് നടത്താൻ വേണ്ടി വന്ന് ജിഹാദിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു യഥാർത്ഥ മുസൽമാനെ ഇതാ ജയിലിൽ പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രദേശത്തുള്ള മുസ്ലിങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ട് ഇയാളെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. ഇതാണ് ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ ഒരവസ്ഥ. അതാണ് എന്ന് വെച്ചാൽ
നിയമക്രമസമാധാനമേ ഇല്ല. യൂനുസൊക്കെ എന്തിനു വേണ്ടി ഇരിക്കുന്നു? അല്ല, യൂനസിന് എന്താ കാര്യം ഇതിനകത്ത്? യൂനസ് ഒരു പലിശക്കാരനാണ്. അതിനപ്പുറത്തേക്കുള്ളൊരു പ്രാമുഖ്യവും യൂനസിനില്ല. യൂനസിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തിൽ യൂനസിൻ്റെ സംഭാവന എന്ന് പറയുന്നത്, യൂനസ് ജോർജ് സോറോസിൻ്റെ ശിങ്കിടിയാണ്. ജോർജ് സോറോസിൻ്റെ സ്വാധീനത്തിലാണ് ഇയാൾക്ക് നൊബേൽ സമ്മാനം കിട്ടുന്നത്. നൊബേൽ സമ്മാനം കിട്ടിയത് ഇവിടെ പ്രചരിപ്പിച്ച രീതിയിൽ സാമ്പത്തിക ശാസ്ത്രത്തിലല്ല. ഇവിടെ അങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത്. സമാധാനത്തിനാണ് നൊബേൽ സമ്മാനം. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇദ്ദേഹത്തിൻ്റെ സംഭാവന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8% പലിശക്ക് പണം വാങ്ങി 24% പലിശക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് ലാഭം അടിച്ചു മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ ലാഭം അടിച്ചു മാറ്റിയോടൊപ്പം തന്നെ ബംഗ്ലാദേശിലെ ഈ ദരിദ്രരായ സ്ത്രീകളെ മുഴുവൻ എന്നേക്കും കടക്കാരനാക്കി മാറ്റിയ മഹാൻ എന്ന നിലക്കാണ് യൂനസ് അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ യൂനസിനെ പോലെ അൺപോപ്പുലറായ ഒരാളെ കൊണ്ടുവന്ന് വെച്ചാൽ ബംഗ്ലാദേശിൻ്റെ നാശം പൂർണ്ണമാകൂ എന്ന് ജോർജ് സോറോസിനറിയാം. അതുകൊണ്ടാണ് ജോർജ് സോറോസ് ഡാക്കയിലേക്കുള്ള വിപ്ലവം നയിപ്പിച്ചത്. ഇത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു സർക്കാരിന് വെറും 1000 പേര് വരുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം, ഡാക്ക യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി സമൂഹം ഇത് ഫോഴ്സ് ഉപയോഗിച്ചിട്ട് മാറ്റുന്നതാണ് ജനാധിപത്യം നടന്നത്. അവിടെ ജനാധിപത്യമല്ല നടന്നത്, ഏകാധിപത്യമാണ് അവിടെ വന്നത്, അല്ലെങ്കിൽ മോബോക്രസിയാണ് വന്നത്. ആ മോബോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിനെ മാറ്റാനൊരു മാർഗമുണ്ട്, നിയമത്തിൽ തന്നെയുണ്ട്. അത് പിന്തുടരാതെ അതിൽ നിന്നും വ്യത്യസ്തമായി ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ഇവരെ മാറ്റുക എന്ന് പറയുന്നൊരു തന്ത്രം സ്വീകരിച്ച കക്ഷിയാണ്. അതിലൂടെ വന്നിട്ട് ഫ്ലൂക്കിന്, അതായത് ഈ ചില വേലിയിലൂടെ പട്ടി നൂണ്ട് കയറൂലേ, അതുപോലെ നൂണ്ട് കയറി പ്രധാനമന്ത്രിയല്ല ചീഫ് അഡ്വൈസർ എന്ന പദവിയിലെത്തിയ ആളാണ് യൂനസ്. യൂനസ് ജീവിതത്തിൽ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ചിട്ടില്ലാത്ത ഒരാളാണ്. യൂനസ് പലിശക്കാരനാണ്, ഒരു കൊള്ളപ്പലിശക്കാരൻ. ഒരു കൊള്ളപ്പലിശക്കാരനെയാണ് ഇയാളാക്കുന്നത്. ആരാക്കുന്നത്? ജോർജ് സോറോസ്. ജോർജ് സോറോസിൻ്റെ പിണിയാളായിട്ട് അവിടെ എത്തിയ ആളാണ് ഇദ്ദേഹം. അല്ലാതെ ഇദ്ദേഹത്തിന് വേറെ യാതൊരു പങ്കുമില്ല. അങ്ങനെ വന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ഗ്രൂപ്പുകൾ ഇദ്ദേഹത്തെ പിന്തുണച്ചു. അപ്പോൾ ഇദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ വലിയ വക്താവായിട്ട് മാറി അവരുടെ നിരോധനം നീക്കി അവർക്ക് പ്രവർത്തിക്കാനുള്ള അവകാശമെല്ലാം കൊടുത്ത് ഈ ജനാധിപത്യവാദി. മറ്റേതിനകത്ത് ജനാധിപത്യമില്ല, തിയോക്രസിയാണുള്ളത്. കാരണം ഡിവൈൻ സോവർണിറ്റി എന്ന് പറയുന്ന സങ്കല്പത്തിലാണ് അവർ വിശ്വസിക്കുന്നത്. കാരണം ദൈവമാണ് പരമാധികാരി. ആ പരമാധികാരിയായ ദൈവത്തിൻ്റെ നിയമമാണ് ശരീഅത്ത് നിയമം. ആ ശരീഅത്ത് നിയമമാണ് നടപ്പിലാക്കേണ്ടത്, മനുഷ്യനുണ്ടാക്കുന്ന നിയമമല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവർ. അവരെ വെച്ചിട്ടാണ് ജോർജ് സോറോസ് എന്തുണ്ടാക്കാൻ പോകുന്നത്? ജോർജ് സോറോസ് അല്ല, യൂനസ് എന്തുണ്ടാക്കാൻ പോകുന്നത്? ജനാധിപത്യം ഉണ്ടാക്കാൻ പോകുന്നത്. ആ ജനാധിപത്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ബംഗ്ലാദേശിൻ്റെ അവസ്ഥയാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. കാരണം ഇതിലും പരമദയനീയമായ അവസ്ഥയുണ്ട്. പാകിസ്ഥാനിൽ തന്നെ ഇപ്പം തീവ്രവാദികൾ കൊല്ലപ്പെടുമ്പോൾ 1 കോടി രൂപയും അവർക്ക് ഔദ്യോഗിക ബഹുമതികളോടെ അവരുടെ സംസ്കാരം നടത്തുന്നത് പോലെ ബംഗ്ലാദേശിൽ ഇനി ചിലപ്പോൾ ഇയാൾക്ക് വല്ല അവാർഡുകളൊക്കെ കൊടുക്കാൻ സാധ്യത. അല്ല, ബംഗ്ലാദേശിലെ യൂനസ് ഇയാൾക്ക് അവാർഡ് കൊടുത്ത് ഇയാൾ ആദരിക്കാനുള്ള സകല സാധ്യതയുണ്ട്. കാരണം യൂനസ് ബുദ്ധിജീവിയാണെന്നാണല്ലോ പറയണത്. ഒരു പലിശക്കാരനെയൊക്കെ നിങ്ങൾ പിടിച്ച് ബുദ്ധിജീവിയാക്കി എന്ത് ചെയ്യും? അല്ലെങ്കിൽ യൂനസിൻ്റെ എന്ത് സംഭാവനയാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ യൂനസ് നൽകിയിരിക്കുന്നത്? യൂനസ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നൽകിയിരിക്കുന്ന സംഭാവന നമ്മുടെ നാട്ടിലെ പഴയ ഹുണ്ടികക്കാരെന്നാണ് അവരറിയപ്പെടുന്നത്. കൊള്ളപ്പലിശക്കാരെന്ന് മലയാളത്തിൽ പറയും. കുറച്ചും കൂടി സംസ്കാര സമ്പന്നമായ ഭാഷയിൽ ബ്ലേഡുകാരെന്ന് പറയും. അപ്പോൾ ഒരു ഭേദപ്പെട്ട ബ്ലേഡുകാരനാണ്. ഇയാളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആക്ഷേപം 8% വേൾഡ് ബാങ്കിൽ നിന്നും മറ്റു പല പ്രദേശങ്ങളിൽ നിന്നും പലിശ എടുത്തിട്ട് 24% വിറ്റിട്ട് 16% വെച്ച് ഇയാൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇയാളുടെ സംഭാവന. എന്നിട്ട് ആ പണം മുഴുവനും വിദേശ രാജ്യങ്ങളിലാണ് ഇയാൾ നിക്ഷേപിച്ചേക്കുന്നത്. അവിടെ നിക്ഷേപിച്ചിട്ടില്ല. ഇതുപോലെ ഒരു ജനവിരുദ്ധനായിട്ടുള്ള ഒരാൾ വേറെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. ആ ജനവിരുദ്ധനെ വെച്ചിട്ടാണ് അവിടെ ഈ പണി മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇയാളൊരു ജനകീയനുമല്ല. പട്ടാളം ഒരു സൈഡിൽ പണി നടത്തുന്നതുകൊണ്ട് ഇയാളൊരു സൈഡിൽ ഇരിക്കുന്നു. ഇല്ല, ഇയാളവിടെ ചെല്ലാറില്ലല്ലോ. ഇല്ല ഇല്ല, ഇയാൾ മിക്കവാറും വിദേശ രാജ്യങ്ങളിലാണ്. പക്ഷെ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന സഹ ഉപദേശികളുണ്ടല്ലോ, അവരൊക്കെ അവിടെയല്ല, അവരൊക്കെ വിദേശത്താണ്, അവരുടെ കുടുംബങ്ങളെയൊക്കെ വിദേശത്ത് കൊണ്ടാക്കി. കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഊറ്റാവുന്നതിൻ്റെ പരമാവധി ഊറ്റിയെടുത്ത് കഴിഞ്ഞു. ഈ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ സംഭവിക്കുന്ന ഒരു ദുരന്തം എന്താണെന്ന് വെച്ചാൽ, കാശുള്ളവരെല്ലാവരും മറ്റ് രാജ്യങ്ങളിലാണ് അവരുടെ കുടുംബവും കാശുമൊക്കെ നിക്ഷേപിച്ചിരിക്കുന്നത്. പട്ടിണി പാവങ്ങൾക്കാണ് അവിടെ അവശേഷിച്ചിരിക്കുന്നത്. ആ പട്ടിണി പാവങ്ങളുടെയും നിരാലംബരുടെയും രാജ്യമായിട്ടാണ് പാകിസ്ഥാനൊക്കെ മാറി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരിൽ പട്ടിണി പാവങ്ങളല്ല ഉള്ളത്. അല്ല, ഞാൻ പറഞ്ഞ നേതാക്കൾ പൈസ നിക്ഷേപിക്കുന്നതൊക്കെ എല്ലാ നേതാക്കൾ ഒരിക്കലും ഒരു കാരണവശാലും അവർ കേരളത്തിൽ 10 ഒരു പൈസ നിക്ഷേപിക്കില്ല. നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകള് തന്നെ ഏറ്റവും നല്ല ഉദാഹരണം. ഒരു കമ്പനി തുടങ്ങണം എന്ന് തോന്നിക്കഴിഞ്ഞപ്പോഴേക്കും കർണാടകയിൽ പോയിട്ടാണ് തുടങ്ങിയത്. കാരണം അത് മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറയും. കാരണം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കുമെന്ന് പറയാൻ പറ്റും. കമ്മ്യൂണിസ്റ്റുകാർ അതിൽ അക്കാര്യത്തിൽ വളരെ ആലോചനാശീലം ഉള്ളവരാണ്. പിന്നെ വേറൊരു കാര്യം, ഇപ്പോഴാണെങ്കിൽ ഒരു കാര്യമുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ഗോവിന്ദനാണ്. ഗോവിന്ദൻ എന്താ പറയുന്നതെന്ന് ദൈവത്തിനും ഗോവിന്ദനും അല്ലാതെ വേറെ ലോകത്തൊരാൾക്കും മനസ്സിലാകില്ല. കാരണം ഗോവിന്ദൻ സൈദ്ധാന്തികനാണ്. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദുരന്തം 2 സൈദ്ധാന്തികരിരുന്ന് പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എം എ ബേബി സൈദ്ധാന്തികനാണ്, വലിയ സൈദ്ധാന്തികനാണ്. ഗോവിന്ദൻ അതിനേക്കാൾ വലിയ സൈദ്ധാന്തികനാണ്. അതുകൊണ്ടാണല്ലോ കോവിഡിനെ കുറിച്ച് എം എ ബേബി ഒരു സിദ്ധാന്തം പറഞ്ഞു. എന്തോ മുതലാളിത്തത്തിനെതിരെയുള്ള മഹാസമരത്തിൻ്റെ എന്താണ് കോവിഡ് വന്ന ആളുകൾ ഈ ഇതെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും പേടിച്ച് വീട്ടിലിരിക്കുന്ന സമയത്ത് അത് മുതലാളിത്തത്തിനെതിരെയുള്ള സമരം നടത്താനുള്ള ഒരു ഉപാധിയാണ് കോവിഡ് എന്ന് ഒരു സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചു. ബേബിക്കല്ലാതെ വേറെ ലോകത്താർക്കും അത് മനസ്സിലായിട്ടില്ല. അത് തന്നെയാണ് ഗോവിന്ദനും ചെയ്യുന്നത്. അവരൊക്കെ സൈദ്ധാന്തികരാണ്. മാർക്സിസത്തിന് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട്. യേശുക്രിസ്തു ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ജനറൽ സെക്രട്ടറി ആയെന്നൊക്കെ പറഞ്ഞിരുന്നു. അതെ, യേശുക്രിസ്തു ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ജനറൽ സെക്രട്ടറി ആകുമായിരുന്നു എന്നാണ് പറഞ്ഞത്, പാർട്ടി ജനറൽ സെക്രട്ടറി. ഇതുപോലൊരു മനുഷ്യനെ അധിക്ഷേപിക്കാൻ ശ്രമിക്കരുത്. അല്ല, ചിലപ്പോൾ ഈ പീഡനങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും. അല്ല, അതിൻ്റെ അല്ല, എന്നാൽ പോലും വേറൊരു കാര്യമില്ലേ, അങ്ങനെയാണെങ്കിൽ തന്നെ ഈ മാർക്സിസ്റ്റ് പാർട്ടി അമേദ്യം കഴിക്കണമെങ്കിൽ തന്നെ അർശസ് രോഗിയുടെ കഴിക്കണമെന്ന് പറയുന്നത് പോലുള്ളൊരു വൃത്തികേടില്ല അതിനകത്ത്. ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആകാൻ വേണ്ടി അങ്ങനെ പോകേണ്ട വല്ല കാര്യമുണ്ട്? ലോകത്ത് എങ്ങും ഇല്ലാത്തൊരു സാധനം. ആകെ ഇപ്പോൾ ഈ കണ്ണൂർ കുറച്ച് ഗ്രാമങ്ങളിലാണ് പാർട്ടി നിലനിൽക്കുന്നത്. പിന്നെ ചൈനയിലുള്ളത് കമ്മ്യൂണിസം അല്ലാന്ന് ഇവർ തന്നെ പറയുന്നുണ്ടല്ലോ, അത് വേറൊരു സാധനമാണ്. അവിടെ ഒരു മുതലാളിത്തം ഒരു മുതലാളിത്തത്തിൻ്റെ എല്ലാ വൃത്തികേടുകളും കൂടി ഒരുമിച്ച് നിൽക്കുന്നൊരു പ്രദേശമാണ്. അതങ്ങനെ വന്നോട്ടെ. പക്ഷേ യേശുക്രിസ്തുവിനൊഴിച്ച് പാർട്ടി സെക്രട്ടറി ആക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുള്ള ആ ഒരു മനോഭാവം ഉണ്ടല്ലോ, സൈദ്ധാന്തികനാണ്. അപ്പം അങ്ങനെ വന്നു പോകും. ഇവിടെയും അത് തന്നെയാണ്, സിദ്ധാന്തമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗോവിന്ദനൊക്കെ എന്ത് പറയും എന്നുള്ള കാര്യം നമുക്കിപ്പോൾ കൃത്യമായിട്ടൊന്നും പറയാനും പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.